ഇടുക്കി അറക്കുളം പഞ്ചായത്തിലെ ചെളിക്കൽ കുമ്പങ്ങാനം പ്രദേശത്തെ ജനങ്ങളൊന്നാകെ യാത്രാ ദുരിതത്തിൽ. 3 വർഷം മുൻപ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതാണ് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. തങ്ങളുടെ ഏക യാത്രാമാർഗമായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചപ്പോൾ ഇത് ഇത്രയും വലിയ ദുരിതമായി മാറുമെന്ന് ഇവിടുത്തെ നാട്ടുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 2 ഘട്ടങ്ങളിലായി അനുവദിച്ച 7 കോടി രൂപ മുടക്കി നടത്തിയ നിർമ്മാണം ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്. 3 വർഷം കഴിഞ്ഞിട്ടും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഏകദേശം ചെളിക്കൽ കവലയിൽ നിന്ന് കുമ്പങ്ങാനം വരെ ഏതാണ്ട് 5.5 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡ് ഇപ്പോൾ ജീപ്പ് ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രമേ ഇത് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 വീലർ, ഓട്ടോറിക്ഷ അതുപോലെയുള്ള വാഹനങ്ങൾക്ക് ഇതിലെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. ഈ റോഡിൻ്റെ ഈ ശോചനാവസ്ഥ മൂലം ഇവിടെ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവർ, രോഗികൾ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിന് ഭീമമായൊരു തുക അവർക്ക് ടാക്സികൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പണി നിലച്ചതോടെ പ്രദേശമാകെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. റോഡിന്റെ ചിലയിടങ്ങളിൽ മെറ്റൽ വിരിച്ചെങ്കിലും അവ മഴക്കാലത്ത് ഒലിച്ചുപോയി. നാട്ടുകാരാകട്ടെ തങ്ങളുടെ പരാതികൾ ആരോട് പറയുമെന്ന് പോലും അറിയാത്ത സ്ഥിതിയിലുമാണ്. എനിക്ക് ബ്ലോക്ക് വന്നിട്ട് പോലും ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരികയില്ല. എടുത്തോണ്ട് വേണം പോകാൻ. പിള്ളേർക്കൊക്കെ ഇതുപോലാണെങ്കിൽ, ഒരു വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ എടുത്തോണ്ട് പോകണം. അതുപോലെ വഴിയാണ് മോശമായിട്ട് കിടക്കുന്നത്. ഇതെങ്ങനെയല്ലേ ഈ വഴിയൊന്നും? ഞങ്ങളുടെ നാട്ടുകാർക്ക് ആർക്കും ഒരു വിവരങ്ങളും ഇല്ല ഈ റോഡിനെ പറ്റി. റോഡ് ഇപ്പോൾ ആണെങ്കിൽ ശോചനീയാവസ്ഥയിലും നടന്നു പോകാൻ പോലും പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന ചെറു കുട്ടികളുണ്ട്, വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, രോഗികളായിട്ടുള്ള ആൾക്കാർ, കിടപ്പ് രോഗികളുണ്ട്. ഇവർക്ക് ആർക്കും പുറത്തേക്ക് പോകാൻ, അടുത്ത ടൗണായ ആശുപത്രി എത്തണമെങ്കിൽ മൂലമറ്റം ബിഷപ്പ് കോയിൽ എങ്കിൽ പോലും എത്താനുള്ള സൗകര്യങ്ങളില്ല. ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തുനിന്നും കുട്ടികൾ, ഒന്നല്ല അതിന് മുകളിലുള്ള ദൂരത്തുനിന്നും കുട്ടികൾ വരുന്നുണ്ട്. അങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വളരെ മോശമാണ്. അധ്യയനം തുടങ്ങിയ ആദ്യകാലങ്ങളിൽ മഴയായിക്കൊണ്ട് ആ കുട്ടികളെയൊന്നും സ്കൂളിൽ കുറേ നാൾ വിട്ടില്ല. ഇത്രയും നാളും ഈ ഒരു റോഡ് കാരണം ആ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു രോഗികളെ കൊണ്ട് ആശുപത്രി പോകാൻ പോലും ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾ നാട്ടുകാരെത്തിയിരിക്കുകയാണ്. പഴയ ടാറിട്ട റോഡ് പൊളിച്ചു കളഞ്ഞിട്ട് ഇവർ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയാണ് ഇത് പൊളിച്ചു കളഞ്ഞത്. അത് ലാസ്റ്റ് പൊളിച്ചു കളഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ദുരിത ജീവിതത്തിലേക്ക് എത്തിയ ഒരു സ്ഥിതിയാണ് ഇപ്പം. 3 വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച ഇലപ്പള്ളി ചെളിക്കൽ റോഡിന്റെ അവസ്ഥയാണിത്. ഇക്കാലയളവിനുള്ളിൽ ഈ നാട്ടുകാർ അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കുമില്ല. എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് തങ്ങളുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ റൈസൻ DS-നൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.